നമസ്കാരം. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോർട്സ് ആണല്ലേ നോക്കിയത്, കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. അത് നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Okay, first question. Which country hosted AFC Women Asia Cup 2022? ഒന്നുകൂടെ പറയാം. Which country hosted, ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് AFC Women Asia Cup 2022 AFC Women Asia Cup. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോൾ, കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയാണ് എടുത്തത്, കുറച്ച് ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഓപ്ഷൻ വായിച്ചു. നിങ്ങൾ അപ്പോൾ ആൻസർ ചെയ്യണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. അപ്പം AFC Women Asia Cup 2022 4 ഓപ്ഷൻ ഉണ്ട്. A ശ്രീലങ്ക, B ഇന്ത്യ, C ബംഗ്ലാദേശ്, D ഇന്തോനേഷ്യ. അപ്പം നിങ്ങൾ പറഞ്ഞ് ആൻസർ ചെയ്തേ. 2022 AFC Women Asia Cup ഹോസ്റ്റ് ചെയ്തേക്കുന്ന കൺട്രിയാണ് ചോദിച്ചേക്കുന്നത്. ഹോസ്റ്റഡ് കൺട്രി ഏതാണ്? ആൻസർ ചെയ്തേ. പറയട്ടെ, B ഇന്ത്യ ആണ്. ആൻസർ ചെയ്തോ നിങ്ങൾ? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തോ? B ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. അപ്പൊ 2022 AFC Women Asia Cup ഹോസ്റ്റ് ചെയ്തേക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് AFC Women Asia Cupന്റെ? 20th എഡിഷൻ ആയിരുന്നു. 20th എഡിഷൻ ആണ്. അപ്പോൾ ഹോസ്റ്റിംഗ് കൺട്രി ആയിരുന്നു ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റിംഗ് കൺട്രി. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ചൈന. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇപ്പം നമ്മൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ, അത് സ്പോർട്സ് ആയാലും ഈവൻ ഏത് കാര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ ഹോസ്റ്റിംഗ് കൺട്രി ആകുന്നതും ഇന്ത്യ വിന്നർ ആകുന്നതും ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ എപ്പോഴും പഠിക്കണം കേട്ടോ. അപ്പം ഇത് ഏഷ്യ കപ്പ് വിമൻ 2022 ഹോസ്റ്റ് ചെയ്ത ആരാണ്? ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ആരാണ്? ചൈന. അവരുടെ 20th എഡിഷൻ ആയിരുന്നു. അതുപോലെ തന്നെ സൗത്ത് കൊറിയയെ ഡിഫീറ്റ് ചെയ്താണ് ചൈന ചാമ്പ്യൻ ആവുന്നത്. അപ്പോൾ റണ്ണറപ്പ് ആരാണ്? സൗത്ത് കൊറിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ AIFF ഏതാണ്? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഇപ്പോൾ പ്രഫുൽ പട്ടേലാണ്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതിന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേലാണ്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പൊ ഈ ഏഷ്യ കപ്പ് വിമൻ ഏഷ്യ കപ്പ് 2022 എഡിഷൻ എത്ര ആയിരുന്നു? 20th എഡിഷൻ. ഇന്ത്യയാണ് ഹോസ്റ്റിംഗ് കൺട്രി, ചാമ്പ്യൻസ് ചൈന, അതിന്റെ റണ്ണറപ്പ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Who won women's single title in സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2022 കേട്ടോ. അവ 2022 സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A മാളവിക ബെൻസോദ്, B PV സിന്ധു, C ടിയോമിക്സ്, D നൺ ഓഫ് ദീസ്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തേ. 2022 സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാണെന്ന്. ഓക്കെ, പറയട്ടെ. B PV സിന്ധു ആണ്. ആരാണ്? PV സിന്ധു. ഓക്കെ, അപ്പം അത് സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ബാബു ബനാറസി ദാസ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. എവിടെയാണ് നടന്നത്? ബാബു ബനാറസി ദാസ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പൊ അത് ആർക്കാണ് കിട്ടുന്നത്? വിമൻ സിംഗിൾ ടൈറ്റിൽ PV സിന്ധുവിനാണ് കിട്ടുന്നത്. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? മാളവിക ബെൻസോദ് കേട്ടോ. മാളവിക ബെൻസോദിനെ തോൽപ്പിച്ച് PV സിന്ധുവിനാണ് സെയ്ദ് മോദി ബാഡ്മിന്റൺ ഇന്റർനാഷണൽ ടൂർണമെന്റ് 2022 വിമൻ സിംഗിൾ കിട്ടുന്നത്. PV സിന്ധുവിനാണ്. ആരെയാണ് തോൽപ്പിക്കുന്നത്? മാളവിക ബെൻസോദിനെയാണ്. എവിടെ വെച്ചാണ് ഇത് നടന്നത്? ബാബു ബനാറസി ദാസ് ഇൻഡോർ സ്റ്റേഡിയം. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. Who became first women bowler to claim 250 wickets in women ODI? Women one day matchil 250 wickets കിട്ടിയ വിമൻ ഫസ്റ്റ് വിമൻ ബൗളർ ആരാണ്? ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ഹൂ ബിക്കേം ഫസ്റ്റ് വിമൻ ബൗളർ ആരാണ് ടു ക്ലെയിം 250 വിക്കറ്റ് ഇൻ വിമൻ ODI? വിമൻ വൺ ഡേ മാച്ചിൽ 250 വിക്കറ്റ്സ് കിട്ടുന്ന ഫസ്റ്റ് വിമൻ ബൗളർ. ഓക്കെ, എഴുതിക്കേ നിങ്ങൾ. ഓപ്ഷൻ A സ്മൃതി മന്ദാന, B പൂനം യാദവ്, C ജുലൻ ഗോസ്വാമി ആൻഡ് D നൺ ഓഫ് ദീസ്. ആരാണ് ഫസ്റ്റ് വിമൻ ബൗളർ ടു ക്ലെയിം 250 വിക്കറ്റ് ഇൻ വിമൻ വൺ ഡേ മാച്ച്? ആരാണ്?
ഓപ്ഷൻ സി ജൂലൻ ഗോസ്വാമി. ജൂലൻ ഗോസ്വാമിയാണ്, ഇന്ത്യക്കാരിയായ ജൂലൻ ഗോസ്വാമി. ഓക്കെ, അപ്പൊ അത് ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നത്. ആൻഡ് ജൂലൻ ഗോസ്വാമി നമുക്കറിയാം ഇന്ത്യൻ ആണ്, ഫസ്റ്റ് വിമൺ ഇൻ ദ വേൾഡ് ടു ക്ലെയിം 250 വിക്കറ്റ്സ് അറ്റ് വിമൻ എഡി. ആർക്കെതിരായിട്ടാണെന്ന് അറിയാമോ? ഇംഗ്ലണ്ടിനെതിരായിട്ട് നടന്ന മത്സരത്തിലാണ് കേട്ടോ. ഇംഗ്ലണ്ടിന് എതിരായിട്ട് നടന്ന മത്സരത്തിലാണ് 250 വിക്കറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വിമൻ ODIയിലെ ആദ്യത്തെ വിമൻ പ്ലെയർ ആണ് ജൂലൻ ഗോസ്വാമി. ജൂലൻ ഗോസ്വാമി ഇന്ത്യയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വോൺ അണ്ടർ-19 ഏഷ്യ കപ്പ് റീസെന്റ്? വളരെ റീസെന്റ് ആയിട്ട് അണ്ടർ-19 ഏഷ്യ കപ്പ് ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കൺട്രി വോൺ അണ്ടർ-19 ഏഷ്യ കപ്പ് റീസെന്റ് കിട്ടിയത് ആർക്കാണ്? എ ഇന്ത്യ, ബി ബംഗ്ലാദേശ്, സി ശ്രീലങ്ക ആൻഡ് ഡി പാകിസ്ഥാൻ. ആർക്കാണ് റീസെന്റ് അണ്ടർ-19 ഏഷ്യ കപ്പ് കിട്ടിയത്? ആർക്കാണ്? ഇന്ത്യക്കാണ്. എ ഇന്ത്യ. ഓക്കെ, അപ്പൊ അത് അണ്ടർ-19 ഏഷ്യ കപ്പിന്റെ എഡിഷൻ എന്ന് പറയുന്നത് 9th എഡിഷൻ ആയിരുന്നു. എവിടെ വെച്ചിട്ടാണ് ആ നടന്നതെന്ന് ചോദിച്ചാൽ ഹോസ്റ്റിംഗ് കൺട്രി UAE ആയിരുന്നു. വിന്നർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആരെയാണ് തോൽപ്പിച്ചത്? റണ്ണറപ്പ് ശ്രീലങ്കയാണ്. ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യയാണ് വിന്നേഴ്സ് ആയത്. എവിടെ വെച്ചിട്ടാണ് ആ ഇത് മത്സരം നടന്നതെന്ന് ചോദിച്ചാൽ UAEയിൽ വെച്ചിട്ടാണ്. എത്രാമത്തെ എഡിഷൻ ആണ് അണ്ടർ-19ന്റെ? 9th എഡിഷൻ ആയിരുന്നു. UAE വെച്ചിട്ട് നടന്നു. വിന്നേഴ്സ് ഇന്ത്യയാണ്. അവരാരെയാണ് തോൽപ്പിച്ചത്? ശ്രീലങ്കയെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ബിക്കേം ദ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ICC വിമൻ വേൾഡ് കപ്പ്? ICC വിമൻ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് ആരാണ്? ഹൂ ബിക്കേം ദ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ICC വിമൻ വേൾഡ് കപ്പിലെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരാണ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ICC വിമൻ വേൾഡ് കപ്പ്? ഓപ്ഷൻ എ മിതാലി രാജ്, ബി ജുലൻ ഗോസ്വാമി, സി ആൻഡ്രിയ മിൻട്രി ആൻഡ് ഡി അമീലിയ കർ. ആരാണ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ICC വിമൻ വേൾഡ് കപ്പ്? ജൂലൻ ഗോസ്വാമി. ആരാണ്? ജൂലൻ ഗോസ്വാമിയാണ്. ജൂലൻ ഗോസ്വാമി. ജൂലൻ ഗോസ്വാമി നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ പ്ലെയർ ആണ് ജൂലൻ ഗോസ്വാമി. 43 വിക്കറ്റ്സ്. ഓക്കെ, അപ്പൊ റീസെന്റ് അച്ചീവ്ഡ് എഗൻസ്റ്റ് ന്യൂസിലൻഡിന് എതിരായിട്ടുള്ള മത്സരത്തിലാണ് ഈ അച്ചീവ്മെന്റ് 43 വിക്കറ്റ്സ് എന്നുള്ളത്. ആൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയത്, ഈ 43 വിക്കറ്റ്സ് എടുത്ത് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയത് ന്യൂസിലൻഡിന് എതിരായിട്ടുള്ള മത്സരത്തിലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ജൂലൻ ഗോസ്വാമിയെ വിളിക്കുന്നത് ചക്ദ എക്സ്പ്രസ് എന്നാണ്. അപ്പൊ ജൂലൻ ഗോസ്വാമിയെ വിളിക്കുന്നത് എങ്ങനെയാണ്? ചക്ദ എക്സ്പ്രസ്. അപ്പൊ ചക്ദ എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ജൂലൻ ഗോസ്വാമിയാണ്. ആരാണ്? ജൂലൻ ഗോസ്വാമി. ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആരാണ്? ജൂലൻ ഗോസ്വാമി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിക്കേം ദ ഓൺലി ഇന്ത്യൻ അത്ലറ്റ് ടു കോമ്പീറ്റ് ഇൻ ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സ്? ഓക്കെ, who became the only Indian athlete to compete in Beijing Winter Olympics? ബെയ്ജിംഗ് ഇപ്പൊ റീസെന്റ് നടന്ന ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ കോമ്പീറ്റ് ചെയ്ത ഇന്ത്യൻ അത്ലറ്റ്, ഓൺലി ഇന്ത്യൻ അത്ലറ്റ് ആണ്. ആരാണത്? ഓപ്ഷൻ എ MD ആരിഫ് ഖാൻ, ബി ശിവ കേശവൻ, സി ജഗദീഷ് സിംഗ്, ഡി നൺ ഓഫ് ദീസ്. ആരാണ് റീസെന്റ് ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ കോമ്പീറ്റ് ചെയ്ത ഇന്ത്യൻ അത്ലറ്റ്? ആൻസർ ചെയ്തേ. എ MD ആരിഫ് ഖാൻ. നമുക്കറിയാം ചൈനയുമായുള്ള ചെറിയൊരു തർക്ക വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് വിന്റർ ഒളിമ്പിക്സിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരേ ഒരു ഇന്ത്യൻ അത്ലറ്റ് ആരാന്ന് ചോദിച്ചാൽ MD ആരിഫ് ഖാൻ ആണ്. MD ആരിഫ് ഖാൻ. അപ്പൊ അദ്ദേഹം ഒരു ആൽപൈൻ സ്കീയിങ് അത്ലറ്റ് ആണ്, ജമ്മു കാശ്മീരുകാരനാണ്. അപ്പൊ ജമ്മു കാശ്മീരിലെ ആൽപൈൻ സ്കീയിങ് അത്ലറ്റുകാരനാണ് MD ആരിഫ് ഖാൻ. അപ്പൊ 2022 വിന്റർ ഒളിമ്പിക്സ്, ബെയ്ജിംഗ് ഒളിമ്പിക്സ് എവിടെയാണ്? ചൈനയിലെ ബെയ്ജിംഗിലാണ് നടന്നത്. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ 24th എഡിഷൻ ആണ്. ഇതിന്റെ മോട്ടോ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചൈനയിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിന്റെ വിന്റർ ഒളിമ്പിക്സിന്റെ മോട്ടോ ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. എന്താണ്? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. മാസ്കോട്ട് എന്താണെന്ന് വെച്ചാൽ ബിങ് ജുവാൻ ജുവാൻ എന്നുള്ളതായിരുന്നു. ബിങ് ജുവാൻ ജുവാൻ എന്നുള്ളതായിരുന്നു മാസ്കോട്ട്. മോട്ടോ എന്തായിരുന്നു? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ, അതായിരുന്നു മോട്ടോ. മാസ്കോട്ട് എന്താ വെച്ചാൽ ബിങ് ജുവാൻ ജുവാൻ എന്നുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ മെഡൽ, ടോട്ടൽ മെഡൽ നോർവേക്കായിരുന്നു 37 മെഡൽ. ആൻഡ് ഗോൾഡ് ഏറ്റവും കൂടുതലും നോർവേ, 16 ഗോൾഡ് ഉണ്ടായിരുന്നു. 16 ഗോൾഡോട് കൂടി നോർവേ. ടോട്ടൽ മെഡൽ നോക്കുമ്പോൾ നോർവേ 37. അപ്പൊ MD ആരിഫ് ഖാൻ ആണ് കോമ്പീറ്റ് ചെയ്ത വ്യക്തി. അപ്പോൾ അദ്ദേഹം ജമ്മു കാശ്മീരിലെ ആൽപൈൻ സ്കൈയിങ് അത്ലറ്റ് ആണ്. അപ്പോൾ വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? ചൈനയിലെ ബെയ്ജിംഗിലാണ്. 24th എഡിഷൻ ആണ് വിന്റർ ഒളിമ്പിക്സിന്റെ. മോട്ടോ ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. മാസ്കോട്ട് എന്തായിരുന്നു? ബിങ് ജുവാൻ ജുവാൻ. മെഡൽ നോർവേ ആണ്. ടോട്ടൽ മെഡൽ വരുമ്പോൾ 37. ആൻഡ് ഏറ്റവും കൂടുതൽ ഗോൾഡ് നോർവേ 16. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അടുത്ത ക്വസ്റ്റ്യൻ, ഹു വോൺ ദ വിമൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് സ്വിസ് ഓപ്പൺ 2022? അപ്പം സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ 2022 വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 ആണ്. ഓപ്ഷൻ എ പി വി സിന്ധു, ബി സൈന നെഹ്വാൾ, സി ബുസാനൻ ഒൻഗാമുരുഗൻ, ഡി കരോളിന മാരിൻ. അപ്പം സ്വിസ് ഓപ്പൺ 2022 വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരായിരുന്നു? ആൻസർ ചെയ്തേ. ആരാണ്? എ പി വി സിന്ധു. പി വി സിന്ധു ആണ് എന്താണ് വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ സ്വിസ് ഓപ്പൺ 2022. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്വിസ് ഓപ്പൺ. സെയ്ദ് മോദി ഇന്റർനാഷണൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിസ് ഓപ്പൺ 2022. വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാണ്? പി വി സിന്ധു ആണ് അല്ലേ. ബാഡ്മിന്റൺ വിമൻ ടൈറ്റിൽ വിന്നർ പി വി സിന്ധു ആണ്. അതുപോലെ തന്നെ മെൻസ് വരുമ്പോൾ ആരാണ്? ജൊനാഥൻ ക്രിസ്റ്റി. ഇന്തോനേഷ്യക്കാരനാണ് കേട്ടോ. ഇന്തോനേഷ്യക്കാരനായ ജൊനാഥൻ ക്രിസ്റ്റി ആണ് മെൻസ് സിംഗിൾ ടൈറ്റിൽ വിന്നർ. വിമൻ സിംഗിൾ ടൈറ്റിൽ വിന്നർ സ്വിസ് ഓപ്പൺ 2022 ബാഡ്മിന്റൺ വിമൻ ടൈറ്റിൽ വിന്നർ പി വി സിന്ധു ആണ്. മെൻസ് സിംഗിൾ ആരാണ്? ജൊനാഥൻ ക്രിസ്റ്റി. ഇന്തോനേഷ്യയിലെ ജൊനാഥൻ ക്രിസ്റ്റി ആണ്. ഇനി പി വി സിന്ധുവിനെ ഡിഫീറ്റ് ചെയ്ത് ബുസാനൻ ആണ്. തായ്ലൻഡിന്റെ ബുസാനൻ ആണ് ആരെ ഡിഫീറ്റ് ചെയ്ത്? പി വി സിന്ധു ഡിഫീറ്റ് ചെയ്തത് ബുസാനനെ ഡിഫീറ്റ് ചെയ്താണ് ടൈറ്റിൽ വിന്നർ ആയത് പി വി സിന്ധു. മെൻ സിംഗിൾ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജൊനാഥൻ ക്രിസ്റ്റി. ഇന്തോനേഷ്യയുടെ ജൊനാഥൻ ക്രിസ്റ്റിക്കാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021? 2021 ICC മെൻസ് ക്രിക്കറ്റർ ആയിട്ട് സെലക്ട് ചെയ്ത ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ വിരാട് കോഹ്ലി, ബി ജോ റൂട്ട്, സി ഷാഹിൻ അഫ്രീദി, ഡി ഡേവിഡ് വാർണർ എന്നുള്ളതാണ്. അപ്പോൾ 2021 ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്ത ആരെയാണ്? ആൻസർ ചെയ്തേ. സി ഷാഹിൻ അഫ്രീദി. ആരാണ്? ഷാഹിൻ അഫ്രീദി ആയിരുന്നു. വിമൻ ആയിട്ട് തെരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് വിമൻ ആയിട്ട് തെരഞ്ഞെടുത്തത്. മെൻ ആയിട്ട് ഷാഹിൻ അഫ്രീദി, വിമൻ സ്മൃതി മന്ദാനയാണ്. അതുപോലെ ICC ടെസ്റ്റ് മെൻസ് ക്രിക്കറ്റർ ആണെങ്കിൽ ജോ റൂട്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടിനെയാണ് എന്താണ് ICC ടെസ്റ്റ് മെൻസ് ക്രിക്കറ്റർ ആയിട്ട് തെരഞ്ഞെടുത്തത്. ആരെയാണ് തെരഞ്ഞെടുത്തത്? ICC ടെസ്റ്റ് മെൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ജോ റൂട്ടിനെയാണ്. ജോ റൂട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വോൺ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ? മെയിൽ അവാർഡാണ് 2022 സ്പോർട്സ് സ്റ്റാർ ആസസ് അവാർഡ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. കിട്ടിയ ആളും വളരെ പ്രധാനപ്പെട്ട ആളാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഹു വോൺ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ്? ഓക്കെ, എ റാണി കുമാർ ദാഹിയ, ബി നീരജ് ചോപ്ര, സി സൗരഭ് ചൗധരി, ഡി നൺ ഓഫ് ദീസ്. ആർക്കാണ് 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് കിട്ടിയത്? ആൻസർ ചെയ്തേ. ബി നീരജ് ചോപ്ര. നീരജ് ചോപ്രയായിരുന്നു 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് കിട്ടിയത്. ആർക്കാണെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയ്ക്കാണ് കേട്ടോ. നീരജ് ചോപ്ര 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് കിട്ടിയത്. എവിടെ വെച്ചാണ് ഇത് നടന്നതെന്ന് വെച്ചാൽ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നത്. സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് 2022 മുംബൈ വെച്ച് നടന്നു. അതിൽ കിട്ടിയത് ആർക്കാ? മെയിൽ കിട്ടിയത് നീരജ് ചോപ്രയ്ക്കും, ഫീമെയിൽ കിട്ടിയത് മീരാബായ് ചാനു, വെയിറ്റ് ലിഫ്റ്റിംഗ് പ്ലെയർ അല്ലെ, മീരാബായ് ചാനു അല്ലെ. മീരാബായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഫീമെയിൽ കിട്ടി. മെയിൽ കിട്ടിയത് ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ്. 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് മെയിൽ കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ നീരജ് ചോപ്രയാണ്. ഫീമെയിൽ കിട്ടിയത് മീരാബായ് ചാനു ആണ്. മീരാബായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ഹോക്കിയുടെ അജിത് പാൽ സിംഗിനാണ്. ആർക്കാണ്? ഹോക്കി പ്ലെയർ ആയ അജിത് പാൽ സിംഗിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ 2022 സ്പോർട്സ് സ്റ്റാർ ആക്സിസ് അവാർഡ് മെയിൽ കിട്ടിയത് മുംബൈ വെച്ചിട്ടാണ് നടന്നത്. മെയിൽ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയ്ക്കാണ്. ഫീമെയിൽ കിട്ടിയ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ മീരാബായ് ചാനുവിനാണ്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ അജിത് പാൽ സിംഗിനാണ്. ഹോക്കി പ്ലെയർ ആയ അജിത് പാൽ സിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്പോർട്സിന്റെ വളരെ കുറച്ച് ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 9 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് സ്പോർട്സിൽ. അതുകൊണ്ട് അതും കൂടി നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ വിച്ച് കൺട്രി ഹോസ്റ്റഡ് AFC വിമൻ ഏഷ്യ കപ്പ് 2022 ആയിരുന്നു. ഇന്ത്യ ആണ്. ദെൻ ഓക്കെ, വിമൻ ഹു വോൺ വിമൻ സിംഗിൾ ടൈറ്റിൽ സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2022 ആർക്കാണ്? PV സിന്ധു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. Who became first women bowler to claim 250 wickets in women ODI? ആർക്കാണ്? ജൂലൻ ഗോസ്വാമി.
വിച്ച് കൺട്രി വോൺ അണ്ടർ-19 ഏഷ്യ കപ്പ്? റീസെന്റ് അണ്ടർ-19 ഏഷ്യ കപ്പ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. ആർക്കായിരുന്നു? ഇന്ത്യ. ഹു ബിക്കേം ദ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ICC വിമൻ വേൾഡ് കപ്പ്? ആർക്കാണ്? ജൂലൻ ഗോസ്വാമി. ഹു ബിക്കേം ദ ഓൺലി ഇന്ത്യൻ അത്ലറ്റ് ടു കോമ്പീറ്റ് ഇൻ ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സ്? MD ആരിഫ് ഖാൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹു വോൺ ദ വിമൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് സ്വിസ് ഓപ്പൺ 2022? സ്വിസ് ഓപ്പൺ 2022 ആർക്കാണ്? PV സിന്ധു. Who has been selected for ICC Men's Cricketer of the Year 2021? ആരാണ്? ഷാഹിൻ അഫ്രീദി. Who won Sports Star of the Year award at the 2022 Sports Star Access Award? ആർക്കാണ്? നീരജ് ചോപ്ര. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഒരു 9 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പൊ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസും ഇതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.